അരുണിമ സിൻഹ. ഓക്കെ, കാല് അറ്റ് കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ യുവരാജ് സിംഗിനെ കുറിച്ചുള്ള ന്യൂസ് കേൾക്കുകയും അങ്ങനെ ഇവർ മോട്ടിവേറ്റ് ആവുകയും ചെയ്യുകയാണ്. അപ്പൊ ഇവർ ശരിക്കും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആരുടെ വിചാരം? നാട്ടുകാരുടെ ഒക്കെ വിചാരം. അപ്പൊ ആൾക്കാർ പറയാൻ തുടങ്ങി, അവൾക്ക് ഡിപ്രഷനായി, അവള് സ്പോർട്സിൽ തിളങ്ങിയില്ല, അതിന്റെ പേരിൽ ഇതൊക്കെ സംഭവിച്ചു എന്നും പറഞ്ഞ് ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ അവള് പറഞ്ഞു, ഇത് എന്നെ തളർത്താൻ പാടില്ല. എന്നിട്ടാണ് അവള് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ. കാരണം ഈ കാല് മുറിച്ചതിന് ശേഷം അവിടെ ആർട്ടിഫിഷ്യൽ ലെഗ്സ് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അങ്ങോട്ട് തട്ടില്ലേ, ആ തട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് അവിടെ അങ്ങോട്ട് ബ്ലീഡ് ചെയ്ത് വേറൊരു അവസ്ഥയായിരുന്നാ പറയുക. അവൾ നോർമലി ഒരാൾ കയറുന്ന ഒരു സമയം ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് കയറുന്നത് ഇവള് 1 മണിക്കൂർ എടുത്താൽ പോലും കയറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തു. പക്ഷെ അവസാനം എന്ത് ചെയ്തു? അവസാനം ലോകത്തിന്റെ ഏറ്റവും നെറുകയിൽ, അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ. ആ ഒരു ഡെഡിക്കേഷൻ ഒന്ന് ആലോചിച്ചാൽ ക്ലിയർ. ഇത് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവണം. ഈ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ കിടക്കുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്തായിട്ട് മാറുന്നത്? നമ്മൾ പോലും അറിയാതെ വെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. വെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ല പറയുന്നത്, അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അച്ചീവ്മെന്റ് നേടിക്കൊണ്ടേയിരിക്കും.